ഡൽഹി ചെങ്കോട്ട സ്ഫോടനം നടന്നല്ലോ. അതിന്റെ വാർത്തകൾ പിന്നെയൊന്നും കണ്ടില്ല. എന്തെങ്കിലും വിവരമുണ്ടോ അതിനെപ്പറ്റി? ഞെട്ടിക്കുന്ന ഒരു വിവരമുണ്ട്. കാരണം അത് കുറച്ചുകൂടെ ഭയപ്പെടുത്തുന്ന, എത്രത്തോളം അതിന് ആഴമുണ്ടായിരുന്നു, അത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എത്രത്തോളം വലിയ ഒരു ഭയാനകമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് 81 നഗരങ്ങൾ, ഈ 81 നഗരങ്ങളിലായി 504 സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന ഭീകരന്മാർ, ഈ നരാധമന്മാർ സ്ഫോടനം നടത്താനായിട്ട് പദ്ധതി ഇട്ടിരുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു പൈലറ്റ് സ്ഫോടനം പോലെ തുടരെ തുടരെ ഇങ്ങനെ സ്ഫോടനം ഉണ്ടാവുക? അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, ചെങ്കോട്ട സ്ഫോടനം നടന്നപ്പോൾ പോലും എല്ലാവരും ഭീതിയിലായി. കാരണം കുറേ നാളുകൾ, ഒന്ന് പെഹൽഗാം നടന്നു, അതിൻ്റെ ഒരു തിരിച്ചാക്രമണം നടത്തി, ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു സ്വസ്ഥത എന്ന് പറയുന്നതിലേക്ക് മനുഷ്യൻ പോവുകയാണ്. ഇതിനിടയിലേക്കാണ് ഈ ഒരു സ്ഫോടനം നടക്കുന്നത്. പിന്നീട് ഇതിന് ശേഷം വന്ന വാർത്തകളോ, റൈസിൻ എന്ന് പറയുന്ന വിഷവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനെ തുടർന്നാണ് പുതിയൊരു വാക്ക് കൂടി നമ്മൾ കണ്ടത്, വൈറ്റ് കോളർ ടെററിസം. ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും തന്നെ വലിയ പോസ്റ്റുകളിൽ അല്ലെ, വലിയ രീതിയിൽ പഠനമൊക്കെ നടത്തിയിട്ടുള്ള ഡോക്ടർമാരായിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ ഒരു മൊഡ്യൂളിലേക്ക് വന്നിട്ടുള്ള ആളുകൾ, ഈ എഞ്ചിനീയറിംഗ് ബിരുദധാരികളുണ്ടല്ലോ, എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ഈ പറയുന്ന ഭീകരർക്കിടയിലേക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. കാരണം അവരുടെ പേഴ്സൻറ്റേജ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 32.7% ഏതാണ്ട് ഈ എഞ്ചിനീയറിംഗ് ബിരുദധാരികളുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോഴാണ് ഈ ഹ്യൂമാനിറ്റീസ് അങ്ങനത്തെയുള്ള കാര്യങ്ങളുമൊക്കെയുമായി ബന്ധപ്പെട്ടിട്ട് പഠനം നടത്തിയിട്ടുള്ളവർ 32, അത്രയും തന്നെയായിട്ട് അത് നിൽക്കുന്നുണ്ട്. മെഡിക്കൽ വിഭാഗത്തിൽ പെടുന്നത് അത് ഏതാണ്ട് 9%-ലധികമുണ്ട്. കൊമേഴ്സ് വിഭാഗത്തിൽ പെടുന്നതും 9%-ഓളമുണ്ട്. അപ്പം ഞാൻ ഇത് പറഞ്ഞത്, ഇത്ര ശതമാനം എന്ന് പറയുന്നത് ഈ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നവരിൽ, നമ്മൾ പണ്ട് പറയപ്പെട്ടത് വേറെ ജോലിയും കൂലിയും എന്തെങ്കിലും പണമൊന്നുമില്ലാതെ ഇവരെ വശീകരിച്ചു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഇവരെ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. സ്വന്തമായിട്ട് ഏതിടങ്ങളിലേക്കും പോകാനും കൃത്യമായിട്ട് ആളുകളെ ഒരുക്കാൻ, ഇതിനു വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കാനും കഴിയുന്ന പ്രാപ്തിയുള്ള, അതായത് സ്വന്തമായിട്ട് പണം സമ്പാദിക്കാൻ പോലും കഴിയുന്ന തരത്തിലുള്ള വലിയ രീതിയിൽ പഠനം നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ പറയുന്ന വൈറ്റ് കോളർ ടെററിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 81 നഗരങ്ങൾ, ചില്ലറയല്ല, 81 നഗരങ്ങളിൽ ഇന്ത്യ മുഴുവനുമായിട്ട് ഏതാണ്ട് എന്ന് പറയുന്ന രീതിയിൽ തന്നെ വരും. ഇനി ഈ 504 സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. പൊടുന്നനെ 1-2 സ്ഥലത്ത് സ്ഫോടനം ഉണ്ടായാൽ പോലും എന്തായിരിക്കും ഒരു അവസ്ഥ എന്നുള്ളത് നമ്മൾ മുംബൈ ഭീകരാക്രമണ സമയത്ത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഒന്നാകം നടുങ്ങുന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ സ്ഫോടനം നടത്തുക, ഇവര് വളരെ ആസൂത്രിതമായി തന്നെ ഇതിനുള്ള പദ്ധതികളിലേക്ക് ഏർപ്പെട്ട് വരുന്നിടത്താണ് ഇവർക്കൊരു കൈപ്പിഴ സംഭവിക്കുന്നത്. അത് മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ത്യയിൽ ഉള്ളതിൻ്റെ കൂടി ഭാഗമാണ്. ആ ഉദ്യോഗസ്ഥന് അത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ, ആ ഒരു ഇതിന്റെ പുറകെ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ സ്ഫോടനം ഒരുപക്ഷെ നടക്കുമായിരുന്നു. അന്നും പറഞ്ഞു കേന്ദ്രത്തിന് പിഴവ് പറ്റിയെന്ന്. എവിടെയാണ് പിഴവ് പറ്റിയത്? ഈ പറയുന്ന ഭീകരന്മാരെ പിടികൂടാൻ പോകുമ്പോൾ കയ്യിൽ നിന്ന് ഒരുത്തൻ വഴുതിപ്പോയി. ശരിയാണ്, ഈ വഴുതിപ്പോയ ഒരുത്തന്റെ കയ്യിലിരുന്നത് അവന് സ്വയം ചാവേറാകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതാണ്. അന്ന് നമുക്ക് 15ഓളം പേരുടെ ജീവൻ ഏതാണ്ട് നഷ്ടമായി, നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ നഷ്ടമായി. പക്ഷേ അതിനെ മാറ്റി നിർത്തി, അതിനെ കുറച്ച് കാണുകയല്ല, പക്ഷെ അത് അല്ലാതെ ഈ പറയുന്ന, നമ്മൾ ഈ പറഞ്ഞ ഒരു സംഖ്യയിലേക്ക് സ്ഫോടനം നടക്കുകയായിരുന്നെങ്കിലോ, ഇന്ത്യ എന്ന് പറയുന്ന നഗരം മൊത്തം ഒരു പ്രേത നഗരമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ ഡൽഹി പോലീസുമായിട്ടും ഒന്നിലധികം ഇൻ്റലിജൻസ് യൂണിറ്റുകളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് NIA ഇതിൻ്റെ ഒരു അന്വേഷണം, ഈ ഒരു റിപ്പോർട്ടൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അന്വേഷണം നടത്തി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ തന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു പാൻ ഇന്ത്യ ആക്രമണത്തിനാണ് ഇവർ ലക്ഷ്യമിട്ടത് എന്നൊന്നും നമുക്ക് കൃത്യമാണ്. അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, വടക്ക് ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീനഗർ, ജലന്ധർ, ബതിന്ദ, നോയിഡ ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് കൂടുതൽ സ്ഫോടനങ്ങൾ നടത്താനായിട്ട് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇനി പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുംബൈ, പൂനെ, സൂററ്റ്, ഗോവ. ഇനി തെക്ക് ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം. അവിടെ ബംഗളൂരു, ഹൈദരാബാദ്, തിരുപ്പതി,
വാറങ്കൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബംഗളൂരു, ഹൈദരാബാദ്, തിരുപ്പതിയൊക്കെ എത്രത്തോളം ജനസഞ്ചയം വന്ന് ചേരുന്ന ഒരു ഇടമാണ്. അപ്പോൾ ഇവിടെയാണ്. പിന്നെ കിഴക്ക് കൊൽക്കത്ത ബേസ് ചെയ്ത് സ്ഫോടനം നടത്താനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. ഗുവാഹത്തി, സിലിഗുരി, ഭുവനേശ്വർ ഈ മേഖലകളിലൊക്കെയാണ് ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഇത് നമ്മൾ പറയില്ലേ കലക്കി ഒന്ന് കുറുക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന ചില സ്പോട്ടുകളാണിത്. ഒരുപക്ഷെ ഇതിന് അധികമായിരിക്കാം. മേ ബി പുറത്ത് വന്നിട്ടുള്ള ഈ വിവരങ്ങൾ അനുസരിച്ച് ഇത്രയാണ്. അപ്പോൾ ഏതാണ്ട് നമുക്കറിയാം ടയർ 2, ടയർ 3 നഗരങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് വരുന്നുണ്ട്. മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ഉൾപ്പെടുന്ന ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന നഗരങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇനി എവിടെയാണ് ഉണ്ടായിരുന്നത്? എവിടെയാണ് സ്ഫോടനം നടത്താൻ പോയിരുന്നത്? അവർ കോഫി ഷോപ്പുകൾ, നമ്മൾ രാവിലെ ചായ കുടിക്കാനായിട്ട് ഒരുപാട് പേർ പലതരത്തിലുള്ള കോഫി ഷോപ്പുകളിൽ, ചായക്കടകളിൽ, അല്ലെങ്കിൽ നമുക്കറിയാം പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന ആളുകൾ തിങ്ങിക്കൂടുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവർ ഒരുമിച്ച് അവിടെ വരുന്നു, ഒരു ചായ കുടിക്കുന്നു, ഇതിനിടയിൽ സംസാരിക്കുന്നു, ഇവർ പിരിയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കോഫി ഷോപ്പ് സ്പോട്ടുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിൽ മാളുകൾ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്കറിയാം, നമ്മുടെ ഈ കൊച്ചിയിലുള്ള എത്ര മാളുകളിലാണെങ്കിലും, അതായത് മാളുകളിലൊക്കെ ആളുകൾ സാധനം വാങ്ങാനാണെങ്കിലും അല്ലെങ്കിലും ആളുകൾ വന്നുകൂടുന്ന, പ്രത്യേകിച്ച് യുവാക്കൾ വന്നുകൂടുന്ന ഒരു ഇടമാണ് മാളുകൾ. പിന്നെ പൊതുവിനോദ കേന്ദ്രങ്ങളെല്ലാം ഈ 3 സ്പോട്ടുകളാണ് ഇവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്, ഈ പറയുന്ന ഇടങ്ങളിലെല്ലാം തന്നെ. ഇത് മുഴുവനുമാണ് അന്നത്തെ ഒരു ബ്ലാസ്റ്റോടുകൂടി തകർന്നു പോയത്. പക്ഷെ അതിനെ നമ്മൾ അതിജീവിച്ചു എന്ന് പറയുമ്പോഴും അതൊരു ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭീതി, നമ്മൾക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇത് എപ്പോഴെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭീതിയിലേക്ക് ജനം പോകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടായി. കാരണം ഈ ഒരു ശൃംഖല, ഭീകര ശൃംഖലയെ എത്രത്തോളം നമ്മൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം അവർ മറ്റു വഴികൾ തേടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ ഒരു തരം ആക്രമണ രീതി കൂടി, അതായത് ഇതുവരെ നമ്മൾ പാലിച്ചുകൊണ്ടിരുന്ന, അന്വേഷണങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ തരത്തിലുമുള്ള, അതായത് ഈ ഒരു മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ ആരുടെയും ശ്രദ്ധ പോകാത്ത ഒരു കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുന്നത്. പഠനത്തിന് വേണ്ടിയുള്ളതാണല്ലോ. അവിടെയൊക്കെ ഈ ഭീകര ശൃംഖലകൾ വന്ന് തമ്പടിക്കുന്നു. അവർ വലിയ രീതിയിലുള്ള ബോംബുകൾ ഉണ്ടാക്കുന്നു, സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നു, റൈസിൻ പോലുള്ള വിഷവസ്തുക്കൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കുന്നു. ആ വിഷവസ്തു ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശേഖരിച്ചു വെക്കുന്നു. ഇതെല്ലാം അതിനുള്ളിൽ, ആ ഒരു കോമ്പൗണ്ടിനുള്ളിൽ നടന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നോ അതൊന്നും പോരാ എന്ന് തെളിയിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ആർജവത്തോടുകൂടി, അല്ലെങ്കിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി നമ്മൾ ഈ ഒരു കാര്യങ്ങളെ നോക്കിക്കാണേണ്ടതായിട്ടും വരുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം സംസാരിച്ച് നിർത്താം. അതായത് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഭീകരാക്രമണങ്ങൾ അത് എങ്ങനെയാണ് എന്ന് നോക്കാം. അതിൻ്റെ ചെറിയൊരു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അതായത് 93 മുംബൈയിൽ ഒരു സ്ഫോടന പരമ്പര നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് 257 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന കണക്ക്. പിന്നെ നോക്കുമ്പോൾ 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നതിന് പോകുന്നതല്ല. 2002 പോകുമ്പോൾ അക്ഷർധാം ക്ഷേത്ര ആക്രമണം നടക്കുന്നുണ്ട്. 2006 മുംബൈ ട്രെയിൻ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ 180-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിനുശേഷമാണ് 2008 വരുമ്പോൾ മുംബൈ ആക്രമണം നടക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല, എല്ലാവരുടെയും മനസ്സിലുണ്ട്. 2016 പത്താൻകോട്ട് ഉറി ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. 2019 പുൽവാമ ആക്രമണം നടക്കുന്നു. 2025 പഹൽഗാം അറ്റാക്ക് നടക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ക്രോഡീകരിച്ച കണക്കുകളാണ്. ഇതിലധികം ആക്രമണങ്ങൾ നമ്മൾ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മോദി സർക്കാർ വന്നതിന് ശേഷം ഇത് ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് 2004-2014 കാലഘട്ടത്തിൽ 7217ഓളം ഭീകരവാദ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 2014-2024 കാലഘട്ടം ആകുമ്പോൾ അത് 2242 കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഒരു സർക്കാരിന് ഇതിനെതിരെ പ്രവർത്തിക്കാം എന്നുള്ളത് കൂടി ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട്
വ്യക്തമാകുകയും ചെയ്യുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ, വളരെ ജാഗ്രതയോടുകൂടി തന്നെ എൻഐഎയും മറ്റു രഹസ്യാന്വേഷണ ഏജൻസികളും എല്ലാം ഇവരെ തൂക്കിയെടുത്ത് പൊട്ടിക്കാനുള്ള പരിപാടികളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്, ജാഗ്രതയോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതാണ് പ്രധാനമായിട്ടും പ്രിയൻ ചോദിച്ചതുപോലെ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സഹകരണത്തിനും നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എല്ലാ നോട്ടിഫിക്കേഷനും ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.